ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചക്കറി ഇനമായ കുമ്പളങ്ങ വിഭാഗത്തിൽപ്പെടുന്ന തടിയൻകായ അഥവാ ചമ്പളങ്ങ കൊണ്ട് എളുപ്പത്തിലൊരു രുചികരമായ തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനു മുൻപായി ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളെപ്പറ്റി പരാമർശിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെയേറെ ഗുണം ചെയ്യുന്ന പ്രകൃതിദത്ത പോഷകങ്ങളാണ് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. വള്ളിഫലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ കുമ്പളങ്ങ വിഭാഗം കൂശ്മാണ്ഡം എന്ന പേരിലും അറിയപ്പെടുന്നു. ശ്വാസകോശ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും പ്രമേഹ രോഗികൾക്ക് വളരെ ഉപകാരപ്രദവും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഇവ സഹായിക്കുന്നു. യൂറിനറി പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമായി ഇവ ഉപയോഗിക്കാവുന്നതാണ്. ഇവയിൽ ധാരാളമായി ജലാംശം അടങ്ങിയിരിക്കുന്നതിനാൽ സ്കിന്നിന്റെ ഈർപ്പത്തെ നിലനിർത്തി ഭംഗിയോടെ ഇരിക്കാൻ സഹായിക്കുന്നു. ദഹന പ്രശ്നങ്ങൾക്കും വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും നല്ലൊരു പരിഹാര മാർഗമായി ഇവ ഉപയോഗിക്കാവുന്നതാണ്. ആയുർവേദ വിധിപ്രകാരം ഉണ്ടാക്കിയെടുക്കുന്ന കൂശ്മാണ്ഡ രസായനം ശരീരത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനും ശരീരകാന്തി വർദ്ധിപ്പിക്കുന്നതിനുമായി സഹായിക്കുന്നു. ശരീരത്തിലുണ്ടാകുന്ന ചുട്ടുനീറ്റൽ പോലെയുള്ള അവസ്ഥയെ നിയന്ത്രിക്കാൻ ഇവ വളരെയേറെ സഹായകമാണ്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി കുമ്പളത്തിന്റെ നീര് മുഖത്ത് ലേപനം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തലയിലുണ്ടാകുന്ന താരൻ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാര മാർഗമായി ഇവ ഉപയോഗിക്കാം. കുമ്പളത്തിന്റെ വിത്ത് പൊടിച്ച് കൃമിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ധാരാളമായി ആന്റി ഓക്സിഡൻസുകളും വൈറ്റമിൻസുകളും അടങ്ങിയിട്ടുള്ളതിനാൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നൽകുവാൻ ഇവയ്ക്ക് സാധ്യമാണ്. എന്നാൽ ശരി, നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. വളരെ രുചികരവും എളുപ്പത്തിലുമുള്ള ഈ ഓലൻ തയ്യാറാക്കിയെടുക്കുന്നതിനായി ചെറുതായി അരിഞ്ഞെടുത്ത തടിയൻകായയിലേക്ക് കുറച്ച് കാന്താരിമുളകും സവാളയും അരിഞ്ഞു ചേർക്കാം. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് ഇവ ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കണം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഓലൻ നന്നായി വെന്തതിന് ശേഷം മാത്രം ഒരല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരവും ആരോഗ്യപ്രദവുമായ ചമ്പളങ്ങ ഓലൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടിയൊന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടിയൊന്ന് അറിയിക്കാൻ മറക്കരുതേ. Thank you.